Hi dear friends, welcome to iPlus Training Solutions. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് കേട്ടിട്ട് കാറ്റഗറി 1ന്റെ മാത്സിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഏറ്റവും ലാസ്റ്റ് നടന്ന പരീക്ഷ, അതായത് ജൂൺ 2025 നടന്ന എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നമുക്കിന്ന് വിശദമായിട്ട് തന്നെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പം നമുക്കറിയാം 30 ക്വസ്റ്റ്യൻ ആണുള്ളതിൽ ഏകദേശം 21 ചോദ്യമായിരുന്നു നമ്മുടെ കണ്ടന്റ് സെക്ഷനിൽ നിന്ന്. 9 ക്വസ്റ്റ്യനോളം എന്തായിരുന്നു, പെഡഗോഗി പോർഷനുമായിരുന്നു. അപ്പം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, റോമൻ സംഖ്യാ സമ്പ്രദായത്തിൽ പൂജ്യത്തെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏത്? പൂജ്യമാണ് അല്ലേ പറഞ്ഞിരിക്കുന്നത്. റോമൻ സംഖ്യാ സമ്പ്രദായത്തില് പൂജ്യം എന്ന് പറയുന്നത് നമുക്ക് ആകെ അറിയാവുന്ന എന്തൊക്കെയാണ്? 1 ആണല്ലോ, ഇത് 2, അതേപോലെ ഇത് 3 നമുക്ക് നോർമൽ എഴുതുന്നതാണെന്ന് അറിയാം. പിന്നെ എന്താണ്, 5 വരുന്നുണ്ട്. പിന്നെ എന്ത് വരുന്നു, 10 വരുന്നുണ്ട്. പിന്നെ എന്താണ്, എൽ എന്ന് പറയുന്നത് 50 ആണ്. നെക്സ്റ്റ് സി വരുന്നുണ്ട്. സി എന്ന് പറയുന്നത് എത്രയാണ്, 100 ആണ്. നെക്സ്റ്റ് ഡി വരുന്നുണ്ട്, അത് 500 ആണ്. പിന്നെ എന്താണ്, എം എന്ന് പറയുന്നത് 1000 ആണ്. അങ്ങനെ 1, 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 തരത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റോമൻ സംഖ്യാ സമ്പ്രദായം നമ്മൾ എന്ത് ചെയ്യുന്നത് പറയുന്നത് അല്ലേ. നമുക്കിപ്പോ 15 ഇത്രയും സംഖ്യകൾ മതി, നമുക്ക് ഏത് നമ്പർ വേണമെങ്കിലും എഴുതാം. ഇപ്പൊ 90 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 100ൽ നിന്ന് 10 കുറച്ചാൽ മതി. ഇങ്ങനെ എഴുതുമ്പോൾ 10 കുറയ്ക്കുവാണ്, അപ്പൊ 90 ആണ്. 60 ആണെങ്കിൽ നമുക്ക് എന്തെഴുതാം, ഈ പറയുന്ന 100ൽ നിന്ന് 10 4 തവണ കുറക്കാം. ഇത് എങ്ങനെയാണോ എഴുതേണ്ടത്? അത് തെറ്റാണ്. കാര്യം റോമൻ സംഖ്യാ സമ്പ്രദായം സൂചിപ്പിക്കുമ്പോൾ നമുക്ക് ഒരു റൂളും കൂടിയുണ്ട്. ഒരു സാധനം അടുപ്പിച്ച് 3 തവണയിൽ കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല. ഇപ്പൊ 40 ആണെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം, 50ൽ നിന്ന് 10 കുറയ്ക്കണം. അപ്പൊ ഇവിടെ എന്ത് എഴുതണം, 50 എന്ന് പറയുന്നത് എൽ ആണ്, അതിൽ നിന്ന് 10 കുറയ്ക്കണം. ഇതാണ് 40 എന്ന് പറയുന്നത്. ഓക്കെ, 60 എന്ന് പറയുമ്പോൾ ഇങ്ങനെ എഴുതാം, എൽ പ്ലസ് 10 എന്ന് എഴുതാം. 80 ആണെങ്കിൽ എൽ 10 20 30 കണ്ട ഇത്രയും വരെ എഴുതാം. 90 ആണെങ്കിൽ എന്ത് എഴുതാം, നമുക്ക് 10 കുറയ്ക്കണം, ഇപ്പുറത്ത് എഴുതണം. ഇതാണ് അതിന്റെ റൂൾ. അങ്ങനെ 7 മെറ്റീരിയൽസ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന നമ്മുടെ റോമൻ സംഖ്യാ സിസ്റ്റം എന്ന് പറയുന്നതിനെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ് പൂജ്യത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് മനസ്സിലാക്കാം ഇവിടെ നിന്ന്? പൂജ്യം എന്ന് പറയുന്ന സംഖ്യ ഇവിടെ എന്തില്ല, ഈ പറയുന്ന ഈ ഒരു ചാർട്ടിലില്ല. സോ സ്വാഭാവികമായിട്ടും പൂജ്യത്തെ സൂചിപ്പിക്കുന്ന സംഖ്യ ഇല്ല, ചിഹ്നമില്ല എന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. നെക്സ്റ്റ് നോക്കാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ശരി അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം. 3.7 സെന്റിമീറ്റർ എന്ന് പറയുന്നത് 37 മില്ലിമീറ്റർ ആണെന്ന് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. 10 മില്ലിമീറ്റർ എന്ന് പറയുന്നത് 1 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന 3.7നെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി മില്ലിമീറ്ററിലോട്ട് എത്താൻ. പോയിന്റ് അല്ലെ, പോയിന്റ് കഴിഞ്ഞ് ഒരു ഡിജിറ്റേ ഉള്ളൂ. സോ ഇവിടെ 370 എന്ന് വരും. ഒരു ഡിജിറ്റ് മാറ്റി പോയിന്റ് എടുക്കുക, 37. സോ 37 മില്ലിമീറ്റർ ആണ്. അപ്പൊ ഇത് ശരിയാണ്. ഓക്കെ, 5.03 മീറ്റർ എന്ന് പറയുന്നത് 503 സെന്റിമീറ്റർ ആണെന്നുള്ളത്. അതായത് 100 സെന്റിമീറ്ററിനെയാണ് നമ്മൾ 1 മീറ്റർ എന്ന് പറയുന്നത്. സോ 5.03 ഇൻറ്റു 100 ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര വരും, 503 സെന്റിമീറ്റർ എന്ന് വരും. ശരിയാണ്. 9 മീറ്റർ എന്ന് പറയുന്നത് 900 സെന്റിമീറ്റർ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, 900 അല്ല കേട്ടോ, ഇവിടെ ഒരു 0 കൂടി ഉണ്ടായിരുന്നു ക്വസ്റ്റ്യനില്. ഓക്കെ, അല്ല 900 മീറ്റർ എന്ന് പറയുമ്പോൾ 900 സെന്റിമീറ്റർ അല്ലേ, ശരിയാണത്. അപ്പൊ ഇവിടെ എത്രയാണ്, 1 മീറ്റർ എന്ന് പറയുന്നത് 100 സെന്റിമീറ്റർ ആണ്. സോ 9 മീറ്റർ എന്ന് പറയുമ്പോൾ 9 ഇൻറ്റു 100 100 ആണ്, 900 വരും. 900 സെന്റിമീറ്റർ. ഇതും ഇവിടെ എന്താണ്, ശരിയാണ്. നെക്സ്റ്റ് നോക്കേണ്ടത് 7 കിലോ. ഇത്രയും ശരിയാണെങ്കിൽ തന്നെ നമുക്ക് ഒബ്വിയസ്ലി നമുക്കറിയാം ഇതാണ് തെറ്റെന്നുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. അതായത് 7 കിലോമീറ്റർ 7000 10 100 1000 10000 70,000 മില്ലിമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇവിടെ മനസ്സിലാക്കേണ്ടത്, ആദ്യം നമുക്ക് നോക്കാം. ഇവിടെ 1 കിലോമീറ്റർ എന്ന് പറയുന്നത് ശരിക്കും 10 ലക്ഷം മില്ലിമീറ്റർ ആണ്.
10 ലക്ഷം മില്ലിമീറ്റർ ആണ് 1 കിലോമീറ്റർ. അതായത് 7 കിലോമീറ്റർ എന്ന് പറയുമ്പോൾ 70 ലക്ഷം മില്ലിമീറ്ററിലോട്ട് വരണം. അപ്പൊ ഇവിടെ എന്താണ്? ഇത് തെറ്റാണ്. അപ്പൊ ഇവിടെ ഏതാണ്? നമുക്കിവിടെ ശരിയല്ലാത്തതാണ് ചോദിച്ചിരുന്നത്. സോ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് 7 കിലോമീറ്റർ 70,000 മില്ലിമീറ്റർ എന്നുള്ളതാണ് തെറ്റായ പ്രസ്താവന. 20ന്റെ 40% 50ന്റെ 30% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത്? 20ന്റെ 40% എന്താണ്? 50ന്റെ 30% കൂട്ടിയാൽ കിട്ടുന്ന സംഖ്യ ഏത് സംഖ്യയുടെ 50%? ഇതും കൂടി കട്ടായി പോകും. ഇവിടെ 0 ഒക്കെ കട്ടായി പോകും. ഇവിടെ എത്ര വരും? 2 × 4 8 വരും. 5 × 3 15. 8ഉം 15ഉം 23 എന്ന് കാണും. നമ്മൾ നേരെ പോയി 23 മാർക്ക് ചെയ്യും. പൊട്ടത്തെറ്റാണ്. എന്താണ് കാര്യം? ചോദിച്ചിരിക്കുന്നത് അത് ഏത് സംഖ്യയുടെ 50% അപ്പൊ 23ന്റെ ഇരട്ടി എടുക്കണം. 46 ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 46ന്റെ 50% 23. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ നമ്മളെ തെറ്റിക്കാൻ വേണ്ടി തന്നെയാണ് അവർ ഓപ്ഷൻ എ ആയിട്ട് 23 തന്നിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. തന്നിരിക്കുന്നവയിൽ ശരിയല്ലാത്തത് ഏത്? 0.2 എന്ന് പറയുമ്പോൾ നമുക്കറിയാം 2/10. ഇത് ശരിയാണ്. 2/10നെ നമുക്ക് കട്ട് ചെയ്ത് 1/5 എന്ന് എഴുതാം. സോ അത് ശരിയാണ്. 0.04 2 ഡിജിറ്റ് മാറ്റി, അല്ല 2 സംഖ്യകൾ മാറ്റിയാണ് ഇവിടെ പോയിന്റ് ഇട്ടിരിക്കുന്നത്. സോ ഇവിടെ 4/100 ശരിയാണ്. ഇതിനെ കട്ട് ചെയ്യുമ്പോൾ 1/25. ഇതും ശരിയാണ്. 25/100 എന്ന് പറയുന്ന 0.25 ആണ്. ശരിയാണ്. 0.25 എന്ന് പറയുന്ന കാല് എന്ന് പറയുമ്പോൾ 1/4. അതും ശരിയാണ്. 1.25 എന്ന് പറയുന്നത് 125/1000 ആണോ? 125/1000 എന്ന് വന്നെങ്കിൽ അത് ഇങ്ങനെ വന്നേനെ, 0.125 എന്ന് വന്നേനെ. ഈ 1/8 ശരിയാണ്. പക്ഷെ അത് ഏതിന്? ഈ പറയുന്ന 125, അതായത് ഇവിടെ തന്നിരിക്കുന്നത് 0.125 ആണെങ്കിൽ അത് ശരിയായിരുന്നു. നമുക്കിവിടെ തന്നിരിക്കുന്നത് 1.25 ആണ്. സോ ശരിയല്ലാത്തത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 2, 8, 4, 6, 7 എന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്ന ശിഷ്ടം എളുപ്പമാണ് അല്ലെ? നമുക്കറിയാം. ഇപ്പൊ 101 എന്ന സംഖ്യയെ 100 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്കിവിടെ എന്ത് വരും? 100ഉം 1ഉം കിട്ടും അല്ലെ? അതായത് 1ആണ് ശിഷ്ടം വരേണ്ടത്. അതേപോലെ തന്നെ ഇവിടെ എന്ത് ചെയ്യുക? 2 0 ലാസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് കിട്ടുന്ന ആൻസർ 284, 2 0 കിട്ടും, +67 എന്ന് കിട്ടും. ഇതായിരിക്കും നമ്മുടെ ശിഷ്ടം. സോ ശിഷ്ടമായിട്ട് വരേണ്ടത് ഓപ്ഷൻ ബി 67 ആണ്. നിദാനശോധകം പ്രധാനമായി ഉപയോഗിക്കുന്ന നിദാനശോധകം എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആണ്. നമ്മൾ ഒത്തിരി തവണ പറഞ്ഞിട്ടുണ്ട്. ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്താണ്? കുട്ടികളുടെ പ്രശ്നങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ, കണ്ടുപിടിക്കാനാണ്. അടുത്ത ക്ലാസ്സിലേക്കുള്ള സ്ഥാനക്കയറ്റം തീരുമാനിക്കാൻ ഒരിക്കലുമല്ല. മികവിനുള്ള സമ്മാനങ്ങൾ തീരുമാനിക്കാനല്ല. പഠന നേട്ടങ്ങൾക്കുള്ള സ്കോറുകൾ നിർണ്ണയിക്കാൻ അതുമല്ല. പഠനത്തിലുള്ള പ്രയാസങ്ങൾ, കുട്ടികളുടെ പ്രശ്നങ്ങളെ ഡയഗ്നോസ് ചെയ്യാൻ, രോഗം നമ്മൾ എന്താ ചെയ്യുന്നത് അല്ലെ? ഡയഗ്നോസ് ചെയ്യുവാണ്. അതേപോലെ തന്നെ കുട്ടിയുടെ പ്രശ്നം എവിടെയാണോ പ്രശ്നമുള്ളത് അതിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ഡയഗ്നോസ് ചെയ്യണം. അതിനെയാണ് നമ്മൾ നിദാനശോധകം എന്ന് പറയുന്നത്. ഈ ക്രമത്തിൽ തുടർന്നാൽ അടുത്ത ചിത്രത്തിൽ എത്ര സമചതുരങ്ങൾ ഉണ്ടാകും? ഇവിടെ നോർമലി ഇത് പറയുന്നത് ശരിക്കും ഇത് ബേസിക് കൺസെപ്റ്റിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എന്താണ്? 1 1ന്റെ സ്ക്വയർ 1 തന്നെ. ഇവിടെ 2ന്റെ സ്ക്വയർ 1 2 3 4 എണ്ണം ഉണ്ട്. ഇവിടെ എത്രയാണ്? 1 2 3 ഇങ്ങനെയും 3 എണ്ണം. അതായത് 3ന്റെ സ്ക്വയർ ആയ 9 എണ്ണം ഉണ്ട്. ഇവിടെ നോക്കിക്കേ, 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 എണ്ണം. അതായത് 4ന്റെ സ്ക്വയർ 4 4 16 വരും. അങ്ങനെയാണ്, ഈ ഒരു പാറ്റേൺ ആണ് ഇവർ ഫോളോ ചെയ്യുന്നെങ്കിൽ അടുത്ത എന്തായിരിക്കണം? 5ന്റെ സ്ക്വയർ ആയ 25 ആണ് ആൻസർ വരേണ്ടത്. ഇനി ഇവിടെ അല്ലാണ്ട് തന്നെ നമുക്കിവിടെ കുറച്ചും കൂടി സമയദ്രം എടുക്കാൻ പറ്റുന്നത് കണ്ട ഈ പറയുന്നത് സമയദ്രങ്ങളാണ് അല്ലെ? 9 എണ്ണം ഉണ്ട്. പിന്നെ ഏതാണ്? ഈ പറയുന്ന ഒരു സമചതുരം അല്ലേ? പിന്നെ ഇതൊരു സമചതുരമല്ലേ? പിന്നെ എന്ത് പറയാം? ഇതൊരു സമചതുരമാണ്, ഇതൊരു സമചതുരമാണ്. അങ്ങനെയും റൂള് വരുന്നുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ കിട്ടില്ല. അപ്പൊ എന്തായാലും ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. സോ ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഗണിത പഠനത്തിൽ ബാല മീൻസ് എന്താണ്? ഇത് KTT 3ലും ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, KTT 2ലും ഉണ്ടായിരുന്നു ഈ ക്വസ്റ്റ്യൻ. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, അതാണ് അതിന്റെ ഫുൾ ഫോം. അത് വായിക്കുമ്പോൾ തന്നെ ആ ഒരു ഫുൾ ഫോം അറിയാവുന്ന ഒരാൾക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് എളുപ്പത്തിൽ എഴുതാൻ പറ്റും. ബിൽഡിംഗ് ആസ് ലേണിംഗ് എയ്ഡ്, അതായത് നമ്മൾ പഠിക്കുന്ന, നമ്മുടെ ചുറ്റുപാട് നമ്മൾ പഠിക്കുന്ന ബിൽഡിങ്ങിനെ തന്നെ എന്താണ്? ഒരു ലേണിംഗ് എയ്ഡ് ആയിട്ട്
ഉപയോഗിക്കുകയാണ്. വിദ്യാലയത്തിലെ കെട്ടിടങ്ങൾ, ക്ലാസ് മുറി, ചുമരുകൾ, വാതിലുകൾ, ജനലുകൾ, ചുറ്റുപാടുകൾ, കോണിപ്പടി ഇവ ഗണിത പഠനത്തിന് അനുയോജ്യമായ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പ്രയോജനപ്പെടുത്തുന്നുണ്ട്. ഓക്കെ, നെക്സ്റ്റ് എന്താ പറയുന്നത് നോക്കാം. ഗൃഹാന്തരീക്ഷത്തിലെ ഗണിത പഠനം മെച്ചപ്പെടുന്നതിന് ഗണിത പഠനത്തിൽ ഗൃഹപാഠങ്ങളുടെ പ്രാധാന്യം വർദ്ധിപ്പിക്കുക, ഗണിത പഠനത്തിനായി കൂടുതൽ റഫറൻസ് പുസ്തകങ്ങൾ ലഭ്യമാക്കുക. സോ ഒബ്വിയസ്ലി ആൻസർ ഏതായിരിക്കും? നമ്മുടെ വിദ്യാലയം, ബിൽഡിംഗ് തന്നെ എന്താണ്? ക്ലാസ് മുറിയുണ്ട്, ചുമരുകളുണ്ട്, വാതില്, ജനല്, അതിനെ തന്നെ നമ്മൾ എന്താക്കുന്നു? ഒരു ലേണിംഗ് എയ്ഡ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുവാണ്. മൂർത്തമായ ഉദാഹരണങ്ങളിൽ നിന്നും പൊതുവായ നിഗമനത്തിൽ എത്തിച്ചേരുന്ന ഗണിത പഠന രീതി. മൂർത്തമായ പൊതു ഉദാഹരണങ്ങളിൽ നിന്നും എന്താണ് പറയുന്നത്? പൊതുവായ നിഗമനത്തിലേക്ക്. ഓക്കെ, അതായത് പെർട്ടിക്കുലർ ടു ജനറൽ എന്ന് പറയുന്നത് എന്താണ്? പെർട്ടിക്കുലർ ടു ജനറൽ, അതായത് നമ്മൾ പഠിച്ചിരിക്കുന്ന കോഡ് ഇതാണ്, DGP. DGP എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിഡക്റ്റീവ് മെത്തേഡ്, നിഗമന രീതി. ജി എന്ന് പറയുമ്പോൾ എന്താണ്? ജനറൽ ടു പെർട്ടിക്കുലർ ആണ്. പൊതുവായ കാര്യം പറഞ്ഞുകൊണ്ട് നമ്മൾ പെർട്ടിക്കുലർ ആയതിലേക്ക് വരുവാണ് DGP എന്ന് പറയുന്നത്, ഡിഡക്റ്റീവ് മെത്തേഡ് എന്ന് പറയുന്നത്. അതിന്റെ നേരെ തിരിച്ചാണ്. അതായത് പെർട്ടിക്കുലർ ആയ കുറെ കാര്യങ്ങൾ നമ്മൾ കുട്ടികളിലേക്ക് എത്തിച്ച് അവസാനം അതിനെ എന്ത് ചെയ്യുകയാണ്? ജനറലൈസ് ചെയ്യുകയാണ് അല്ലെ. അപ്പൊ അതിനെ പറയുന്ന പേരാണ് ഇൻഡക്റ്റീവ് മെത്തേഡ് അഥവാ ആഗമന രീതി എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അധ്യാപക സഹായികളുടെ പ്രധാന ലക്ഷ്യം അല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. പഠന പ്രവർത്തനങ്ങൾ രൂപപ്പെടുന്നതിന്, പഠന നേട്ടങ്ങൾ നിർണ്ണയിക്കുന്നതിന്, കുട്ടികൾക്ക് ഗൃഹപാഠങ്ങൾ നൽകുന്നതിന്, വിലയിരുത്തൽ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിന്. പഠന പ്രവർത്തനങ്ങൾ രൂപപ്പെടുത്താൻ എന്ത് വേണം? അധ്യാപക സഹായികൾ വേണം. പഠന നേട്ടങ്ങൾ നിർണ്ണയിക്കാൻ വേണം. കുട്ടികൾക്ക് ഗൃഹപാഠം നൽകുന്നതിന് അധ്യാപിക സഹായികൾ വേണ്ട അല്ലെ. അപ്പൊ ഏതാണ്? ഓപ്ഷൻ സി ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. 1 മില്യണിന് തുല്യമല്ലാത്തതേത്? ഓക്കെ, 1 മില്യന് തുല്യമല്ലാത്തതാണ് നമുക്ക് വേണ്ടത്. 1 മില്യൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം 1 മില്യൺ ഉണ്ട്, 1 ബില്യൺ ഉണ്ട്, 1 ട്രില്യൺ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിക്കുന്നുണ്ട്. 1 മില്യൺ എന്ന് പറയുന്നത് 10 ലക്ഷം. എല്ലാവർക്കും ഇപ്പൊ അറിയാവുന്നല്ലേ 1 മില്യൺ. യൂട്യൂബിൽ എന്താണ് 1 മില്യൺ അടിച്ചു എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10 ലക്ഷമാണ്. ഓക്കെ, 10 ലക്ഷമാണ്. അപ്പൊ ഇത് എത്രയാണെന്ന് നോക്കിക്കേ, 6 പൂജ്യം അല്ലേ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 10⁶ എന്നും അതിന് എഴുതാനായിട്ട് പറ്റും. അപ്പൊ ഇത് ശരിയാണ്, ഇതും ശരിയാണ്. ഇവിടെ നോക്കിക്കേ, 3 പൂജ്യം ഇവിടെയുണ്ട്, ഇവിടെയും 3 പൂജ്യം ഉണ്ട്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 10 ലക്ഷമാകും, അതും ശരിയാണ്. തുല്യമല്ലാത്തതാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സോ 100 കോടിയാണ് തുല്യമല്ലാത്തത് വരുന്നത്. ഈ 10⁶ ആണ്. 1 ബില്യൺ എന്ന് പറയുന്നത് 10⁹ ആണ്. 1 ട്രില്യൺ എന്ന് പറയുന്നത് 10⁻12 ആണ്. അതേപോലെ മറ്റൊന്നുണ്ടല്ലോ, ഗൂഗിൾ. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? ഗൂഗിൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് 1 ശേഷം 100 പൂജ്യം വരുന്ന സംഖ്യയെ പറയുന്ന പേരാണെന്ത്? ഗൂഗിൾ. ഗൂഗിൾ അല്ല, ഗൂഗിൾ എന്ന് പറയും. ഓക്കെ, ഗൂഗിൾ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഗണിത പഠനത്തെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. തെറ്റാണ് നമുക്ക് വേണ്ടത് അല്ലെ. ഇവിടെ എപ്പോഴും ശ്രദ്ധിക്കുക, നിങ്ങൾ ശരിയല്ലാത്തത്, തെറ്റായത്, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കണേ വായിക്കുമ്പം. പഠനോപകരണങ്ങളാണ്. കണ്ടും കേട്ടും ചെയ്തും പഠിക്കുന്നതിനാണ്. കണ്ടും കേട്ടും ചെയ്തും പഠിക്കുന്ന അവസരങ്ങൾ എന്താണ് ലഭിക്കുന്നു? അമൂർത്തമായ ആശയങ്ങൾ വേഗത്തിൽ, ഇവിടെ വിഷ്വൽ ഓഡിറ്ററി ഇവിടെ ഇതിൻ്റെ ഇടക്കുള്ളതാണ്. അമൂർത്തമായ ആശയങ്ങൾ വേഗത്തിൽ സ്വാംശീകരിക്കുന്നതിന് സഹായിക്കുന്നു. ഗണിത പഠനത്തിൽ കുട്ടിയുടെ താല്പര്യം വർദ്ധിക്കുന്നു. പഠനോപകരണങ്ങൾ ഉപയോഗിച്ചുള്ള പാഠവിനിമയത്തിന് കൂടുതൽ സമയം ആവശ്യമാണ്. നമുക്കൊരു നെഗറ്റീവ് സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ വേണ്ടത്. അപ്പൊ അത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 36 - 2 × 8 ÷ 4 ആണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നമുക്ക് നോക്കാം. 36 - 8 × 4. നമുക്ക് എന്താണ്? ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യണം. ബോർഡ് മാസ് റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ എന്താണ് ഫസ്റ്റ് വരേണ്ടത്? ബ്രാക്കറ്റ് ഓഫ് എന്നുള്ളതാണ്. ബ്രാക്കറ്റ് ഇവിടെ തന്നിട്ടില്ല. നെക്സ്റ്റ് ഡിവിഷൻ ചെയ്യണം. സോ 36 - 2 ഡിവിഷനിൽ ഇവിടെ എത്രയാണ് വരേണ്ടത്? 8 ÷ 4 എന്ന് പറയുമ്പോൾ ഇവിടെ 2 വരും. ഓക്കെ, അവിടെ എത്ര വരും? 36 - 4 എന്ന് വരും. ആൻസർ എത്രയാണ്? 32 ആണ്. ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്.
പ്രൈമറി ക്ലാസ്സുകളിലെ ഗണിത പഠനത്തിലെ വിലയിരുത്തൽ മേഖലകളിൽ ഉൾപ്പെടുന്നതാണ് സാമാന്യവൽക്കരണം, ജനറലൈസേഷൻ വരുന്നുണ്ട്. ദത്തങ്ങളുടെ ഉപയോഗം അഥവാ ഡാറ്റ, ഓക്കെ. സംഖ്യാബോധം, മുകളിൽ പറഞ്ഞതെല്ലാം. ഇവിടെ എന്താണ് വരുന്നത്? മുകളിൽ പറഞ്ഞതെല്ലാമാണ്. കാര്യം പ്രൈമറി ക്ലാസ്സുകളിൽ നമ്മൾ നമ്പേഴ്സ് പറയുന്നുണ്ട്, ഡാറ്റ ഹാൻഡ്ലിംഗ് പറയുന്നുണ്ട്, ജനറലൈസേഷൻ ദത്തങ്ങളുടെ ഉപയോഗമാണ്, അതിനെ ജനറലൈസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്? മുകളിൽ പറഞ്ഞതെല്ലാമാണ്. 1/7 × 60 × 70 = 90 × ക്വസ്റ്റ്യൻ മാർക്ക് വന്നിട്ടുണ്ട് ×20. അതായത് ഇവിടുത്തെ നമ്പർ എത്രയാണെന്നാ, ഇതിനെല്ലാത്തിനും ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നാൽ മതി. ഇവിടെ നമുക്ക് ആദ്യം എന്ത് ചെയ്ത് കട്ട് ചെയ്യാം. ഇവിടെ 10 ആയിട്ട് വരും അല്ലേ. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? 60 × 10 = ഡിവൈഡ് ബൈ, ഇവിടെ എന്താണ് മൾട്ടിപ്ലിക്കേഷൻ ആയത് ഇപ്പുറം വരുമ്പോൾ ഡിവിഷൻ ആണ്, 90 × 20 എന്ന് വരും. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ മാർക്കിൽ. 0 0 ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം? കട്ട് ചെയ്ത് കളയാം. ഇവിടെ ഇതും കൂടി കട്ടാകുമ്പോൾ എത്ര തവണ? 3 തവണ. ഈ 3ഉം 9ഉം കൂടി കട്ടാകും 3 തവണ. സോ ഫൈനൽ ആൻസർ മുകളിൽ ഒന്നുമില്ല, അപ്പോൾ 1/3 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. 2 ലൈറ്റ് ഹൗസുകളിൽ ഘടിപ്പിച്ചിട്ടുള്ള ഫ്ലാഷ് ലൈറ്റുകൾ യഥാക്രമം ഓരോ 30 മിനിറ്റിലും ഓരോ 40 മിനിറ്റിലും പ്രകാശിക്കുന്നു. കൃത്യം 8 മണിക്ക് അവ രണ്ടും ഒരുമിച്ച് പ്രകാശിച്ചു എങ്കിൽ അവ രണ്ടും ഒരുമിച്ച് പ്രകാശിക്കുന്ന അടുത്ത സമയം എത്ര? അപ്പൊ നമുക്ക് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നമുക്കറിയാം എന്താ ചെയ്യേണ്ടത്? 30ന്റെയും 40ന്റെയും LCM കണ്ടുപിടിക്കുക. LCM എന്ന് പറയുമ്പോൾ എത്രയാണ് ഇവിടെ LCM ആയിട്ട് വരേണ്ടത്? 15. ഇവിടെ 20 വരും. ഇവിടെ വീണ്ടും എഗെയിൻ നമുക്ക് 5 കൊണ്ട് ചെയ്താൽ ഇവിടെ 3. ഇവിടെ എത്രയാണ്? 4 വരും. എഗെയിൻ ഇതിനെ 2 കൊണ്ട് ചെയ്താൽ ഇവിടെ എത്ര വരും? 3. ഇവിടെ 2 വരും. 2 × 2 4, 4 3 12, 12 × 10 120 ആണ് LCM എന്ന് പറയുന്നത്. അപ്പൊ നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് LCM ഓഫ് എന്താണ്? 30ന്റെയും 40ന്റെയും. അതായത് എത്ര വന്നു? 120. 120 മിനിറ്റ് ആണ്. 120 മിനിറ്റ് എന്ന് പറയുമ്പോൾ എത്രയായി? 2 × 60 അല്ലേ? അതായത് 2 മണിക്കൂറാണ് ഈ 120 മിനിറ്റ് എന്ന് പറയുന്നത്. അപ്പൊ 8 മണിക്ക് ഒരു ക്ലോക്ക് അടിച്ചു കഴിഞ്ഞാൽ നെക്സ്റ്റ് 2 മണിക്കൂർ കഴിയണം അടുത്തത് വീണ്ടും ഒരുമിച്ചടിക്കാൻ. 8ഉം 2ഉം എത്രയാണ്? 10. സോ 10 മണിയാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജനുവരി 5 ശനിയാഴ്ചയായാൽ ആ മാസം എത്ര തിങ്കളാഴ്ചകൾ ഉണ്ടാകുമെന്നാണ്. ജനുവരി 5 ശനി എന്ന് പറഞ്ഞു അല്ലെ. ജനുവരി, അപ്പൊ ഇവിടെ നമുക്കറിയാം 1 2 3 4 5. 5ആണ് ശനി എന്ന് പറയുന്നത്. ഇനി അപ്പൊ ഇതെന്തായിരിക്കും? ശനി, ഇവിടെ എന്താണ്? വെള്ളി വരും. ഇവിടെ എന്ത് വരും? വ്യാഴം വരും. ഇവിടെ ബുധൻ വരും. ഇവിടെ എന്താണ്? ഇവിടെ ചൊവ്വ വരും. ഓക്കെ, ഇനി നിങ്ങൾ ഓർക്കേണ്ട ഒരു കാര്യം, ഈ പറയുന്ന ദിവസങ്ങളിൽ ഒരു മാസത്തിൽ 31 ദിവസം ഉണ്ട് എങ്കിൽ അതിൽ വന്നിരിക്കുന്ന ഈ പറയുന്ന 1ഉം 2ഉം ഒക്കെ വരത്തില്ലേ? 31 ദിവസം വരുമ്പോഴേക്കും 1ഉം 2ഉം വരുന്ന ദിവസങ്ങൾ എന്താണോ അതായിരിക്കും 5 തവണ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. 31 ഉണ്ടെങ്കിൽ 3 വരെയുള്ള ദിവസങ്ങൾ ചൊവ്വ ബുധൻ വ്യാഴം ഈ മാസം എന്തായിരിക്കും ഈ പറയുന്നത് റിപ്പീറ്റ് ചെയ്ത് വരും. ഓക്കെ, നമുക്കിവിടെ എന്താണ്? തിങ്കളാണല്ലേ പറഞ്ഞിരിക്കുന്നത്. തിങ്കൾ അപ്പൊ ഇവിടെ ഈ കാറ്റഗറിയിൽ ഒന്നും വന്നിട്ടില്ല. അപ്പൊ എന്തായിരിക്കും? തിങ്കളാഴ്ച എത്ര ദിവസമായിരിക്കും? ഈ 3 ദിവസങ്ങളാണ് ചോദിച്ചിരുന്നെങ്കിൽ നമുക്ക് പറയാം ജനുവരി എന്ന് പറയുന്നത് 31 ദിവസമുള്ള മാസമായതുകൊണ്ട് തന്നെ ഈ ചൊവ്വ ബുധൻ വ്യാഴം ആ മാസത്തിൽ എന്തായിരിക്കും? 5 തവണ ഉണ്ടാകും. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് തിങ്കളാണ്. സോ തിങ്കൾ എത്രയായിരിക്കും? 4 തവണയായിരിക്കും. ഓക്കെ, ഞാൻ കലണ്ടർ കാണിച്ചു തരാമെന്ന് നോക്കിയത്, പക്ഷെ ഞാൻ എങ്ങനെ കാണിച്ചാലും അത് മിറർ ഇമേജ് ആയി പോകും. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നതിൽ കേരളീയ ഗണിത ശാസ്ത്രജ്ഞൻ ശ്രീനിവാസ രാമാനുജനാണോ? അല്ല. ബ്രഹ്മഗുപ്ത അല്ല. പൈതഗോറസ് അല്ല. ആരാണ്? നീലകണ്ഠ സോമയാജിയാണ് കേരളീയ ഗണിത ശാസ്ത്രജ്ഞൻ. ഇത് ടെക്സ്റ്റ് ബുക്കിലുണ്ട് കേട്ടോ ഈ കണ്ടന്റ് ഒക്കെ. തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളുടെ ശരാശരി 36 ആയാൽ ചെറിയ സംഖ്യ ഏതാ? തുടർച്ചയായ 7 ഇരട്ട സംഖ്യകളാണ്. 7 നമ്പേഴ്സ് ഉണ്ട്. 4 5 6 7. 7 നമ്പറുള്ളതുകൊണ്ട് തന്നെ ഇരട്ട സംഖ്യ നടുക്കത്തെ സംഖ്യ ആയിരിക്കും ശരാശരി എന്ന് പറയുന്നത്. അതായത് ഇത് 36 ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇരട്ട സംഖ്യ ആണല്ലോ. സോ ഇവിടെ 34 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 32 ആയിരിക്കും. ഇവിടെ എത്രയായിരിക്കും? 30 ആയിരിക്കും.
വലിയ സംഖ്യ ചോദിച്ചിരുന്നെങ്കിൽ എന്ത് പറഞ്ഞേനെ? ഇവിടെ 38, ഇവിടെ 40, ഇവിടെ 42. വലിയ സംഖ്യ 42 ആയിരിക്കും, ചെറിയ സംഖ്യ 30 ആയിരിക്കും. സോ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ചെറിയ സംഖ്യയാണ്. സോ ഓപ്ഷൻ സി 30 ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ചിലപ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും, വലിയ സംഖ്യയുടെയും ചെറിയ സംഖ്യയുടെയും തമ്മിലുള്ള ഡിഫറൻസ് എത്രയാന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ടേ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ജാമിതീയ പഠനത്തിനായി വാൻ ഹെയ്ലി നിർദ്ദേശിച്ച 5 ഘട്ടങ്ങളിൽ പെടാത്തത് സൂത്രവാക്യങ്ങൾ രൂപീകരിക്കൽ, ദൃശ്യവൽക്കരണം, വേർതിരിച്ചെടുക്കൽ, ചിന്തയുടെ കാഠിന്യം. ഇതിൽ സൂത്രവാക്യങ്ങൾ രൂപീകരിക്കലാണ് വാൻ ഹെയ്ലിയുടെ ആ ഒരു 5 സിസ്റ്റം ഉണ്ട് അതിൽ പറയുന്നത് കേട്ടോ. 2 വരകൾ പരസ്പരം മുറിച്ചു കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകൾ. ഓക്കെ, ഒരു കോൺ മറ്റൊരു കോണിന്റെ പകുതിയാണ് എങ്കിൽ കോണുകളുടെ അളവുകൾ എത്ര? ഇവിടെ നമുക്ക് 2 കോണുകൾ നമ്മൾ എങ്ങനെ വേണമെങ്കിലും നമുക്ക് കൺസ്ട്രക്ട് ചെയ്യാം അല്ലെ. ഇതിന്റെ പ്രത്യേകത എന്താണ്? ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കണം? എക്സ് ആണെന്നുള്ളത് നമുക്കറിയാം. കാര്യം ഓപ്പോസിറ്റ്, അതായത് 2 വരകൾ കണക്ട് ചെയ്യുമ്പോൾ ഓപ്പോസിറ്റ് വരുന്ന ആംഗിൾസ് എന്ന് പറയുന്നത് ഈക്വൽ ആണ്. ഇത് വൈ ആണെങ്കിൽ ഇതും എന്താണ്? വൈ ആണെന്ന് നമുക്കറിയാം. ഇത്രയും നമുക്കറിയാവുന്ന കാര്യമാണ്. ഇവര് പറഞ്ഞിരിക്കുന്നത് ഒരു കോൺ മറ്റൊരു കോണിന്റെ പകുതിയാണ്. ഇത് തമ്മിലാണ് പറഞ്ഞിരിക്കുന്ന കണ്ടീഷൻ. ഇത് എക്സ് ആണെങ്കിൽ ഇത് എന്തായിരിക്കും? 2x ആയിരിക്കണം. അതാണ് ആ കണ്ടീഷൻ പറയുന്നത്. പിന്നെ നമുക്കറിയാവുന്നത് ഈ പറയുന്ന ഇങ്ങനെയാണല്ലേ വന്നിരിക്കുന്നത്, ഇത് എക്സ്, ഇത് വൈ. ഈ എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എക്സ് പ്ലസ് വൈ എന്ന് പറഞ്ഞാൽ 180 ആണ്. കാര്യം ഇതൊരു രേഖീയ ജോഡിയാണ് അല്ലെ. ഒരു രേഖയിലാണ് ഈ കോണുകൾ വന്നിരിക്കുന്നത്. അപ്പൊ ഇത് രേഖീയ ജോഡിയാണെന്നറിയാം. ഇവിടെ നമുക്കറിയാവുന്നത് ഇത് എക്സ് ആണെങ്കിൽ, അല്ലെങ്കിൽ ഇത് എക്സ് ആണെങ്കിൽ ഇത് അതിന്റെ ഇരട്ടിയാണെന്നല്ലേ. അപ്പൊ 2x ആയിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ഇത് 2x ആണെങ്കിൽ അതിന്റെ പകുതിയാണ്, എക്സ് ആണ്. ഇത് തമ്മിൽ കൂട്ടുമ്പോൾ നമുക്ക് 180 കിട്ടണം. അതായത് ഇവിടെ എളുപ്പം ഒഴിയുന്നവർ ഒന്നെങ്കിൽ ഇത് തമ്മിൽ ചെയ്തു വെക്കാം. അതെ, 60ഉം 120ഉം എത്രയാണ്? 180 കിട്ടി. ഒന്നതിന്റെ ഇരട്ടിയാണ്. ഇത് ആൻസർ ആയിട്ട് വരാം. 70ഉം 140ഉം ഇരട്ടിയാണ്, പക്ഷേ 70ഉം 140ഓട് കൂട്ടുമ്പോൾ 180 വരണ്ടേ? അതല്ല. ഇവിടെ നോക്കിക്കേ, 80ഉം 160ഉം ഇരട്ടിയാണ് തന്നിരിക്കുന്നത്, പക്ഷെ തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരുന്നില്ല? 180 രേഖീയ ജോഡി ആകുന്നില്ല. ഇവിടെ നോക്കിക്കേ, 90ഉം 180ഉം ആണ്. 90ന്റെ ഇരട്ടിയാണ് 180, പക്ഷെ 180ഉം 90ഉം കൂടി കൂട്ടുമ്പോൾ 180 ആണ് നമുക്ക് വരേണ്ടത്. അതിന് അങ്ങനെ ഒരു കണ്ടീഷൻ ഇത് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്കിവിടെ എന്ത് ചെയ്യാം? എക്സും 2xും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 180 കിട്ടണം. 3x എന്ന് പറയുന്നത് 180 ആണ്. സോ എക്സ് എന്ന് പറയുന്നത് 180 ഡിവൈഡ് ബൈ 3 60 ഡിഗ്രിയാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. വശങ്ങളുടെ നീളം 1.5 മീറ്റർ ആയ സമചതുരത്തിന്റെ പരപ്പളവ് എത്ര? സമചതുരമാണ് അല്ലേ പറഞ്ഞിരിക്കുന്ന. സമചതുരത്തിന്റെ ഒരു വശം എന്ന് പറയുന്നത് 1.5 അതിന്റെ പരപ്പളവ് ഏരിയയാണ് ചോദിച്ചിരിക്കുന്നത്. ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? a² ആണ് അല്ലേ. അതായത് 1.5യുടെ സ്ക്വയർ കണ്ടുപിടിക്കണം. 1.5 എന്ന് പറയുന്നതിനെ നമുക്ക് എന്താക്കി മാറ്റണം? നോർമൽ ഫ്രാക്ഷനിലോട്ട് മാറ്റണം അല്ലെ. വിഷമ ഭിന്നം അല്ലെങ്കിൽ എന്താണ്? മിക്സർ ഫ്രാക്ഷനെ നമ്മൾ ഇംപ്രോപ്പർ ഫ്രാക്ഷൻ ആക്കി മാറ്റണം. ഇതെന്ത് ചെയ്യണം? 1/2 ക്ലോസ് ചെയ്യണം. 1 × 2 2, 2 + 1 ഡിവൈഡ് ബൈ 2 എന്ന് വരും. അതായത് 3/2 ആണ്. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് 3/2ന്റെ സ്ക്വയർ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 3ന്റെ സ്ക്വയർ 9 ആണ്, 2ന്റെ സ്ക്വയർ 4 ആണ്. 9/4 എന്ന് പറഞ്ഞൊരു ആൻസർ ഇതിൻ്റെ അകത്ത് ഉണ്ടോ? ഇല്ല. സോ നമുക്ക് അതിനെ എഗെയിൻ എന്താക്കണം? മിക്സഡ് ഫ്രാക്ഷനോട്ടാക്കി മാറണം. 2 തവണ 8 അല്ലെ, 1 വന്നു. അതായത് 2 ഉണ്ട്. ആൻസർ എന്താണോ അതെടുത്ത് എഴുതുക, സിസ്റ്റം എന്താണോ അത് മുകളിൽ എഴുതുക, ഡിവൈഡ് ബൈ എന്തുകൊണ്ടാണോ ഹരിക്കേണ്ടത് അതിനെടുത്ത് എഴുതുക. 2 × 4 8, 8 + 1 9, 9/4. അപ്പൊ 2.25 ചതുരശ്ര മീറ്റർ ആണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന നമ്മുടെ ഇതിന്റെ പരപ്പളവ് എന്ന് പറയുന്നത്. ഓക്കെ, 9 രാജ്യങ്ങൾ പങ്കെടുക്കുന്ന ഒരു ക്രിക്കറ്റ് ടൂർണമെന്റിൽ ടീമുകൾ പരസ്പരം ഒരു തവണ മാത്രം മത്സരിച്ചാൽ ആകെ എത്ര മത്സരങ്ങൾ ഉണ്ടാകും? ഇത് നമ്മുടെ ഹസ്തദാനം, നമ്മുടെ ഷെയ്ക്ക് ഹാൻഡ്സ് നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ഒരു 10 അല്ലെ 9 കുട്ടികൾ നിരന്നിരിക്കണം. അവർ ഷെയ്ക്ക് ഹാൻഡ് നൽകുമ്പോൾ എന്താണ്? ഒരു തവണ മാത്രമല്ലേ നമ്മൾ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുള്ളൂ. അത് എത്ര തവണ ഉണ്ടാകും എന്ന് ചോദിച്ചാൽ അതെന്താണ് നമ്മൾ ചെയ്യേണ്ടത്? n × n - 1 ഡിവൈഡ് ബൈ 2 ആണ്. സോ അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ. 9 ടീമുണ്ട്. അവരെന്താണ്? n-1 ഒരു തവണയാണ് കളിക്കുന്നത് അല്ലെ. പരസ്പരം ഒരു തവണ കളിക്കണം. അതായത് ഇപ്പൊ ഈ പറയുന്ന ടീം എന്ത് ചെയ്യണം? ഇവരെല്ലാവരായിട്ടും കളിക്കുന്നുണ്ട്. ഓക്കെ,
അടുത്ത ടീം എന്താണ്, എല്ലാവരായിട്ടും കളിക്കുന്നത്. അങ്ങനെ മൊത്തം എത്ര കളികൾ ഉണ്ടാകുന്ന ചോദിച്ചിരിക്കുന്നത്, ഡിവൈഡ് ബൈ 2. ഇവിടെ എത്ര വരും, ഇത് കട്ടായി പോകും 4 തവണ. 9 × 4 36. സോ ടോട്ടല് 36 മാച്ച് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത്. സമയം 5:15 ആകുമ്പോൾ മണിക്കൂർ സൂചിക്കും മിനിറ്റ് സൂചിക്കും ഇടയിലുള്ള കോണളവ് എത്ര ഡിഗ്രി ആണെന്നാണ്. 5:15. നമുക്കറിയാം എങ്ങനെയാണ് നമ്മൾ സമയം കണ്ടുപിടിക്കുന്ന, കോണളവ് കണ്ടുപിടിക്കുന്നത്. 30h - 11/2 m ആണ് ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇവിടെ എത്ര വരും, 30 × 5 മൈനസ് 11/2 × 15 എന്ന് വരും. 30 × 5 150 ആണ്. മൈനസ് ഇവിടെ എത്ര വരും, 7.5 എന്ന് വരും അല്ലെ. അപ്പോൾ ഇവിടെ എത്ര വരും, 11 × 7.5 എന്ന് വരും. അപ്പൊ ഇവിടെ എത്രയായിരിക്കും ആൻസർ ആയിട്ട് വരേണ്ട, 11 × 7.5 എന്ന് പറയുമ്പോൾ 7.5 × 10 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 75 വരും. പിന്നെ അതിൻ്റെ അടുത്തൊരു 7.5 കൂടി കൂട്ടുക, അതായത് 82.5 വരും. 150 - 82.5 എന്ന് വരും. ആൻസർ ആയിട്ട് വരേണ്ടത് 67.5 ആണ്. സോ 67.5 ഡിഗ്രിയാണ് എന്താ, 5:15 എന്ന് പറയുന്ന സമയത്തിൽ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോണളവ് എന്ന് പറയുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ നമ്മൾ 180 കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിലെ 360 നിന്ന് മൈനസ് ചെയ്യണം. ചിലപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ കിട്ടുന്ന ആൻസർ ഈ പറയുന്ന 195 എന്നൊക്കെ പറഞ്ഞ് കിട്ടും. അപ്പൊ എന്ത് ചെയ്യണം, 360 നിന്ന് അത് മൈനസ് ചെയ്യണം. 12 ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവും 14 സെന്റിമീറ്റർ ചുറ്റളവും ഉള്ള ഒരു ചതുരത്തിന്റെ നീളവും വീതിയും ആകാൻ സാധ്യതയുള്ളത് ഏത്? ഓക്കെ, ഇവിടെ ചെയ്യാം. 12 സെന്റിമീറ്റർ ചതുരശ്ര സെന്റിമീറ്റർ പരപ്പളവ്, ചതുരല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ L/B എന്ന് പറയുന്നതാണ് പരപ്പളവ്. അത് 12 ആവണം. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, 14 സെന്റിമീറ്റർ ചുറ്റളവ്, അതായത് 2 × L+B എന്ന് പറഞ്ഞ് എത്രയാവണം, 14 ആവണം. അതായത് L+B എന്ന് പറയുന്നത് 14 / 2 7 ആകണം. ഇതാണ് കണ്ടീഷൻ. L+B 7 ആകണം, L/B 12 ആവണം. അങ്ങനെ നമുക്ക് ഓപ്ഷനിലേക്ക് നോക്കിക്കേ. ഇവിടെ നോക്കിക്കേ, ഇതാണ് L. ഇവിടെ എത്ര കിട്ടും, 4 + 3 7 കിട്ടും. 4 × 3 12 എന്ന് കിട്ടും. ഇത് ഓക്കെ ആണല്ലോ. ഇതാണ് ആൻസർ. ഇനി അടുത്ത നോക്കാം നമുക്ക്. 6 × 2 12 കിട്ടും. പക്ഷേ 6 + 2 എത്രയാണ്, 7 അല്ല 8 ആണ്. അപ്പൊ ഇതല്ല. നെക്സ്റ്റ് എന്താ പറയുന്നത്, 12 സെന്റിമീറ്ററും നീളം 12 സെന്റിമീറ്ററും വീതി 1 സെന്റിമീറ്ററും ആണ് കേട്ടോ ഇത്. അപ്പൊ ഇവിടെ എത്ര വരും, 12 × 1 12 വരുമെങ്കിലും ഇവിടെ 12 + 1 എന്ന് പറയുന്നത് 13 ആണ്. നമുക്ക് വേണ്ടത് എത്രയാണ്, 7 ആണ്. അപ്പൊ അതുമല്ല. നീളം 9 സെന്റിമീറ്ററും വീതി ഇവിടെ 9 3 ആണ്. അപ്പോൾ ഇവിടെ എത്ര കിട്ടും, 9 + 3 എന്ന് പറയുന്നത് എത്രയാണ്, 12 വരും. അതേപോലെ തന്നെ 9 × 3 എന്ന് പറയുന്നത് 27 വരും. അതുമല്ല. സോ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടത് ഏതാണ്, ഓപ്ഷൻ എ ആണ് ആൻസർ എന്ന് പറയുന്നത്. ഫിബനാച്ചി ശ്രേണി എന്നറിയപ്പെടുന്ന സംഖ്യാശ്രേണി ഫിബനാക്കി സീരീസ് എന്ന് പറയും. എന്താണ് ഫിബനാക്കി സീരീസ് എന്ന് പറയുന്നത്? ഇത് നോക്കിക്കേ, 2 4 6 8 10 ഒരു സീരീസ് ആണ് അല്ലേ. 1 3 5 7 അതൊക്കെ ഒരു സീരീസ് ആണ്. പക്ഷെ ഫിബനാച്ചി സീരീസിന്റെ പ്രത്യേകത എന്താണ്? അതായത് 1 1 ഈ 1 1 കൂടി കൂട്ടി 2, ഈ 2 1 കൂടി കൂട്ടി 3, ഈ 3 2 കൂടി കൂട്ടി 5, ഈ 5 3 കൂടി കൂട്ടി 8, ഈ 8 5 കൂടി കൂട്ടി 13. ഇതിനെയാണ് നമ്മൾ ഫിബനാച്ചി സീരീസ് എന്ന് പറയുന്നത്. തൊട്ട് മുന്നേയുള്ള 2 നമ്പേഴ്സിനെ ആഡ് ചെയ്തതായിരിക്കണം എന്ത്, അടുത്ത നമ്പർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ ആൻസർ ആയിട്ട് വരേണ്ടതാണ് ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ചുവടെ തന്നിരിക്കുന്ന ഗണിത പ്രശ്നത്തിന് ഉത്തരം കണ്ടെത്തുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏത്? കേരളത്തിലെ വിവിധ ജില്ലകളിൽ കഴിഞ്ഞ 10 വർഷം ലഭിച്ച മഴയുടെ ശരാശരി കണ്ടെത്തി ഗ്രാഫിൽ ചിത്രീകരിക്കണം. 10 വർഷത്തെ മഴയാണല്ലേ പറയുന്നത്. നമുക്കവിടെ എന്തൊക്കെ വേണം, ഡാറ്റ കളക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ എന്തായിരിക്കും, ഇവിടെ പ്രോജക്റ്റ് രീതിയാണ്, നിഗമനം ഒന്നുമല്ല, അവിടെ പ്രോജക്റ്റ് മെത്തേഡാണ് അല്ലെ. നമ്മൾ 10 വർഷത്തെ ഡാറ്റ കളക്ട് ചെയ്യണം, അതിനെ സോർട്ട് ചെയ്യണം, അതിനെ ഗ്രാഫ് ആക്കണം അല്ലെ, അതിനെ പഠിക്കണം. അപ്പൊ അതിനെന്താണ്, പ്രോജക്റ്റ് രീതിയാണ്. ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ, ഏതോ ഒരു സംഖ്യയെ 9 കൊണ്ട് ഗുണിച്ചപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 145.71 എന്ന് കിട്ടി. എങ്കിൽ സംഖ്യ ഏതാണ്? സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യണം, സംഖ്യ കണ്ടുപിടിക്കാൻ 145.71 9 കൊണ്ട് ഹരിക്കണം.
ഹരിച്ചു നോക്കാം നമുക്ക്. 145.71 കൊണ്ട് ഹരിക്കുക. എത്ര വരും? ഇവിടെ ഒരു തവണ 1 × 9 9 കുറയ്ക്കുമ്പോൾ ഇവിടെ ബാക്കി എത്ര വരും? 5 അല്ലേ? 55 എന്ന് വരും. ഇവിടെ എത്ര വരും? 9×6 54 റിമൈൻഡർ 1 വരും. ഈ പോയിന്റ് നേരെ മുകളിലേക്ക് എടുത്ത് എഴുതിക്കോ. അപ്പൊ ഇവിടെ ഇത് രണ്ടും അല്ല എന്ന് മനസ്സിലായി. ഇതുമല്ല ആൻസർ. അപ്പൊ ആൻസർ ഏതായിരിക്കും? 16.19 കണ്ട, ബാക്കി ഒന്നിനും പോയിന്റ് അല്ല വന്നിരിക്കുന്നത്. ഇനി ഇവിടെ വേണേ കാണിച്ചു തരാം. ഇവിടെ 7 വരും. ഇവിടെ എത്രയാണ്? ഒരു തവണ. ഇവിടെ എത്രയാണ് വരേണ്ടത്? 9. കുറയ്ക്കുമ്പോ 8 വരും. 81 9/9 81 ഉണ്ടോ? 16.19 ആൻസർ ആയിട്ട് വരേണ്ടത്. അച്ഛന്റെ വയസ്സ് 50. ഓക്കെ, മകന്റെ വയസ്സ് 18 എങ്കിൽ ഇപ്പൊ അച്ഛന്റെ വയസ്സ് 50. ഇതാണ് അച്ഛന്റെ വയസ്സ്. മകന്റെ വയസ്സ് എത്രയാണ്? 18. എത്ര വർഷം കഴിയുമ്പോഴാണ് അച്ഛന്റെ പ്രായം മകന്റെ പ്രായത്തിന്റെ ഇരട്ടിയാകുന്നത്? ആദ്യം നമുക്ക് ഇവരുടെ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാ? 32 വയസ്സാണ് അല്ലെ? അതായത് ഇവർ തമ്മിലുള്ള ഗ്യാപ്പ് എത്രയാവണം? ഇരട്ടിയാവണം എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് നോക്കാം. ഈ 18 എന്ന് പറയുന്നത് നമുക്കിവിടെ എന്താ ചെയ്യാൻ വേണ്ടി പറ്റുന്നത്? മകന്റെ വയസ്സ് നമുക്ക് എക്സ് ആക്കി എടുക്കാം. ഓക്കെ, ഇപ്പൊ മകന്റെ വയസ്സ് നമുക്ക് എക്സ് ആണെങ്കിൽ അച്ഛന്റെ വയസ്സ് എത്രയാണ്? അച്ഛന്റെ വയസ്സ് ഇപ്പൊ എത്രയാണ്? x+32 ആണല്ലോ. അതാണല്ലോ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്. ഇപ്പൊ നമുക്ക് അറിയാവുന്ന കാര്യം എന്താണ്? ഇവർ തമ്മിൽ 32 വയസ്സിന്റെ വ്യത്യാസമുണ്ട്. ഇതെന്താകണമെന്നാണ് പറയുന്നത്? അച്ഛന്റെ പ്രായം, ഈ അച്ഛന്റെ പ്രായം എന്ന് പറയുന്നത് എന്താകണം? മകന്റെ വയസ്സിന്റെ ഇരട്ടിയാകണം. ഇതാണ് കണ്ടീഷൻ. ഈ 32 എവിടെന്നാ കിട്ടിയെന്ന് മനസ്സിലായല്ലോ. ഇവർ തമ്മിലുള്ള വ്യത്യാസം, അച്ഛനും മകനും തമ്മിലുള്ള വ്യത്യാസം 32 വയസ്സാണ്. അപ്പൊ ഇതാണ് കറന്റ് അവരുടെ വയസ്സ്. അതായത് മകന് 18 വയസ്സായപ്പോ അച്ഛൻ 50 വയസ്സായി. 18 + 32 50. മകന് 19 വയസ്സാകുമ്പോ അച്ഛൻ എത്രയാകും? 51 വയസ്സാകും. സെയിം കൺസെപ്റ്റ്. അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടും, എന്ത് കിട്ടും? 32 എന്ന് പറയുന്നത് ഇവിടെ 2x - x ആണ്. അതായത് x എന്ന് പറയുന്നത് 32 ആണെന്ന് കിട്ടി. അതായത് മകന്റെ വയസ്സ് എത്രയാകണം? 32 ആകണം. അപ്പൊ അച്ഛന്റെ വയസ്സ് എത്രയാകും? 32 കൂട്ടണ്ടേ? അപ്പൊ 64 ആകും അച്ഛന്റെ വയസ്സ്. കണ്ടീഷൻ ഓക്കെ ആണല്ലോ, ഇരട്ടിയായി. നമ്മളോട് ചോദിച്ചിരിക്കുന്ന എന്താണ്? എത്ര വർഷം കഴിയുമ്പോഴാണ് 18 വയസ്സായ മകന് 32 വയസ്സാകണമെങ്കിൽ 14 വർഷം കഴിയണം അല്ലെ? അപ്പൊ ഇവിടെ എത്രയാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ ഡി 14 ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത്. 24 കിലോഗ്രാം പഞ്ചസാര 7 പേർക്ക് തുല്യമായി വീതിച്ചാൽ ഓരോരുത്തർക്കും എത്ര കിലോ കിട്ടും? അപ്പൊ എന്ത് ചെയ്യണം? 24നെ 7 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 7 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോ 7 3 21 3 ആണെന്ന് കിട്ടുമ്പോ തന്നെ ബാക്കി എല്ലാം അങ്ങ് കട്ട് ചെയ്തു. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ ആണ്. കാണിച്ചു തരാം. ദേ ഇവിടെ കിടക്കുന്നു. ബാക്കി 3 വരും. ആദ്യം എന്താണോ ആൻസർ കിട്ടുന്നത് അത് ആദ്യം എടുത്തെഴുതുക. എന്താണോ റിമൈൻഡർ അത് മുകളിൽ എഴുതുക. എന്തുകൊണ്ടാണോ നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ടത് അതിനെ താഴെ എടുത്തെഴുതുക. സോ 3/7 കിലോഗ്രാം പഞ്ചസാര ഒരാൾക്ക് ലഭിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും ആയിരുന്നു നമ്മുടെ 30 ക്വസ്റ്റ്യൻ. വളരെ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അല്ലെ? അത്ര നമ്മളെ കുഴപ്പിക്കുന്ന വിധത്തിലൊന്നും ആയിരുന്നില്ല ക്വസ്റ്റ്യൻസ്. വളരെ എളുപ്പമായിരുന്നു. അപ്പൊ നമുക്ക് അടുത്തൊരു കേറ്റിൽ വരുമ്പോഴേക്കും നിങ്ങൾ ഈ ഒരു കേറ്റിട്ട് 1 എന്തായാലും മാത്സ് ഒന്നും ഒട്ടും മാർക്ക് കളയരുത്. വലിയ നിങ്ങളെ ബുദ്ധിമുട്ടിപ്പിക്കുന്ന തരത്തിലൊന്നും ഉണ്ടാവില്ല ക്വസ്റ്റ്യൻസ്. മാക്സിമം അതിലൊരു 30 ഒരു 20 25 നല്ല രീതിക്ക് സ്കോർ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക്